നമസ്കാരം. ഒരു ആൽ ആയാൽ അടുത്തായി ഒരു അമ്പലം വേണം എന്ന് പറയുന്നത് പോലെ കാലാകാലങ്ങളായി നാം കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരു വീട് വീടാകണം എങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് വാസയോഗ്യമാകണം എങ്കിൽ ആ വീട്ടിൽ തീർച്ചയായും ഒരു തുളസിത്തറ വേണം എന്നുള്ളതാണ്. തുളസിക്ക് അത്രമേൽ പ്രാധാന്യമാണ് സനാതനധർമ്മ വിശ്വാസപ്രകാരം നൽകിയിട്ടുള്ളത്. കൂടാതെ തുളസി മാത്രം മതി ആ വീട്ടിലെ വാസ്തുദോഷം, ശത്രുദോഷം മുതലായ ഏതൊരു തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളെയും ഇല്ലാതാക്കുവാൻ. എന്നാൽ തുളസി ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ മാത്രമാണ് ഈ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കൂ. അത്തരത്തിൽ വീട്ടിൽ തുളസി ഉണ്ട് എങ്കിൽ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ ആ വ്യക്തികൾക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും എന്നുള്ളതാണ്. ഇവ എന്തെല്ലാമാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. തുളസിത്തറ. ആരുടെ വീട്ടുവളപ്പിലാണോ തുളസി ധാരാളമായി കാട് പിടിച്ച രീതിയിൽ വളരുന്നത് എങ്കിൽ ആ വീട്ടിൽ യമദൂതന്മാർ പോലും അടുക്കില്ല എന്നാണ് പറയുക. തുളസിമാല ധരിച്ചുകൊണ്ട് പ്രാണൻ ത്യജിക്കുന്നവരെ സമീപിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ല എന്നും ഗരുഡപുരാണത്തിൽ വ്യക്തമായി തന്നെ ഭഗവാൻ പരാമർശിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. തുളസിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് തുളസി മഹാത്മ്യത്തിൽ പരമശിവൻ പാർവതി ദേവിയോട് വ്യക്തമായി തന്നെ വിവരിക്കുന്നുമുണ്ട്. തുളസി ഭാഗവതം എന്ന് പറയുന്നതാണ് തുളസി മഹാത്മ്യത്തിന് അടിസ്ഥാനം. അത് പഠിച്ച് അനുഷ്ഠിക്കുന്നവർ വിഷ്ണു ലോകത്തെത്തുമെന്നും വിശ്വസിക്കപ്പെടുന്നതാകുന്നു. തുളസിയോപനിഷത്തിലും ഇത്തരം കാര്യങ്ങൾ അഥവാ തുളസിയുടെ മഹാത്മ്യത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സുഖഭോഗങ്ങൾ തരുന്നവളും വൈഷ്ണവിയും വിഷ്ണുവല്ലഭയും ജനന മരണങ്ങൾ ഇല്ലാതാക്കുന്നവളും കേവലം ദർശനത്താൽ പോലും പാപനാശവും വന്ദിക്കുക മാത്രം ചെയ്താൽ പവിത്രത നൽകുന്നവളുമാകും എന്ന് വിവരിക്കുന്നു. ദർശനമനുസരിച്ച് തുളസിത്തറ വീടിന്റെ മുൻഭാഗത്താണ് വരേണ്ടത് എന്നുള്ളതാകുന്നു. വീടിന്റെ കിഴക്ക് വശത്തോ വടക്ക് വശത്തോ തുളസിത്തറയാകാം. ദർശനം എങ്ങോട്ടാണ് എങ്കിലും തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ തുളസിത്തറ വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. വീടിന്റെ കൃത്യം നടുക്കാണ് കണക്കാക്കേണ്ടത്. പ്രധാന വാതിലിന് നേരെയല്ല തുളസി വയ്ക്കേണ്ടത്. കിഴക്കോട്ട് ദർശനമായി വീടിന്റെ കൃത്യം നടുക്ക് നിന്ന് അല്പം വടക്കോട്ട് മാറിയാണ് തുളസിത്തറ സ്ഥാപിക്കേണ്ടത്. വടക്കോട്ട് ദർശനമായി വീടിന്റെ നടുക്ക് നിന്നും അല്പം കിഴക്കോട്ട് മാറി വേണം തുളസിത്തറ വയ്ക്കാൻ. തുളസിത്തറയുടെ മൊത്തം ഉയരം വീടിന്റെ തറയേക്കാൾ കൂടാൻ പാടില്ല എന്നും പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രദക്ഷിണം വയ്ക്കാൻ പാകത്തിൽ 4 വശവും സ്ഥല സൗകര്യം ഒരുക്കേണ്ടതുമായിട്ടുണ്ട്. കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും വിളക്ക് വയ്ക്കുവാനുള്ള സൗകര്യവും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കിഴക്ക് നിന്നുള്ള വാതിലിന് നേരെ നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന ഇടത്ത് വേണം തുളസിത്തറ വരാൻ. തുളസിത്തറയിൽ നടാൻ കൃഷ്ണ തുളസിയാണ് ഏറ്റവും ഉത്തമം. അതിനാൽ കൃഷ്ണ തുളസി തന്നെ നടുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. തുളസിയുടെ ഇലകളും പൂക്കളുമെല്ലാം രാവിലെ മാത്രമേ നുള്ളിയെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ചിലർക്ക് ചില സമയങ്ങളിൽ ആവശ്യം വരുമ്പോൾ രാത്രിയാണ് എന്ന് പോലും നോക്കാതെ സന്ധ്യാസമയത്ത് പോലും നുള്ളുന്നവരുണ്ട്. എന്നാൽ അത് പാടില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നു എന്ന കാര്യം ഓർക്കണം. എന്നാൽ തുളസിയോടൊപ്പം നടേണ്ടതായ പ്രധാനപ്പെട്ട സസ്യം തന്നെയാണ് ശംഖുപുഷ്പവും. അപ്രകാരം നടുന്നത് ഏറ്റവും ശുഭകരമാണ്. മഞ്ഞൾ നടുന്നതും ശുഭകരമാകുന്നു. അത് ആ വീടിനും വീട്ടുകാർക്കും ഉയർച്ച പ്രദാനം ചെയ്യും എന്നാണ് പറയുക. പ്രധാനമായും ആ വീടുകളിലേക്ക് ഇരട്ടിയായി പോസിറ്റീവായ ഊർജത്തെ ആകർഷിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഒരു 5 രൂപ നാണയവുമായി ബന്ധപ്പെട്ടാണ്. ഒരു 5 രൂപ നാണയം
നിങ്ങൾ കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം തുളസിത്തറയിൽ നിങ്ങൾ കുഴിച്ചിടുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ പ്രധാനമായും അനുകൂലമായി തീരും എന്നുള്ളതാണ്. അത് ശനിദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ദോഷകരമായ ഫലങ്ങൾ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. ഗൃഹവുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സഹായകരമായി തീരും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നു എന്നുള്ളതാണ്. അത്തരം വഴികൾ നിങ്ങളിലേക്ക് കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഭാഗ്യം നിങ്ങളെ പല കാര്യങ്ങളിലും തുണയ്ക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളെ കൈവശം വന്ന് ചേരുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. അതിനാൽ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഇനി പിച്ചള കുഴിച്ചിട്ടാലുള്ള അത്ഭുതകരമായ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പിച്ചള കുഴിച്ചിടുകയാണ് എങ്കിൽ പ്രധാനമായും ആ വീടുകളിൽ നിലനിൽക്കുന്നതായ കലഹങ്ങൾ പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇന്നോ നാളെയോ സംഭവിക്കുന്ന കാര്യങ്ങളല്ല പരാമർശിക്കുന്നത്. അത് ക്രമേണ നിങ്ങളിൽ നിന്നും അകന്നു പോകും. അതിനാൽ തുളസിത്തറയിൽ ഒരു പിച്ചള കുഴിച്ചിട്ടാൽ നെഗറ്റീവായ ഊർജങ്ങൾ പെട്ടെന്ന് കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ ആ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നതായ സാഹചര്യം, പ്രാർത്ഥിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങൾ കടന്നുവരും. ചെയ്യുന്നതായ കാര്യങ്ങളിൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ മാത്രമേ നിങ്ങൾ ചെയ്യുവാൻ പാടൂ. ഈ തുളസിത്തറ ഇല്ലാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഒരു മൺചട്ടിയിൽ ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഒരു മൺചട്ടിയിൽ വീടിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ ഇപ്രകാരം ഒരു തുളസി നിങ്ങൾ നടുക. തുളസി നട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. തുളസി പിടിച്ചു വരുന്നതായ സാഹചര്യത്തിൽ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നു എങ്കിൽ പോലും ഈ കാര്യങ്ങളുടെ ഫലം ചോർത്തിക്കളയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം. ഈ കാര്യം നിങ്ങൾ പുറത്ത് ആരോടെങ്കിലും പറയുകയാണ് എങ്കിൽ, അതായത് ഇപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അത് വേണ്ടപ്പെട്ടവരോടോ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ നിങ്ങൾ പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വിചാരിച്ച ഫലം ലഭിക്കാതിരിക്കുന്നതിന് കാരണമായി തീരും. കൂടാതെ മറ്റുള്ളവർ വീടിന്റെ അടുത്തുള്ളവരാണ് എങ്കിൽ പോലും അവർ കാണുന്നതായ രീതിയിൽ, അതായത് അവർ കണ്ടുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഫലം എനിക്ക് അനുകൂലമാകുമോ, ചെയ്തു നോക്കാം എന്ന രീതിയിൽ ചെയ്യുന്നവരാണ് എങ്കിൽ, അതായത് പരീക്ഷിക്കാനായി ചെയ്യുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ പാതി മനസ്സോടെ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതായ ഫലം ലഭിക്കുന്നതല്ല. ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് പൂർണ്ണമായ വിശ്വാസത്തോടെ മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അതിനാൽ മറ്റുള്ളവരോട് പറയാതെയും പൂർണ്ണ വിശ്വാസത്തോടെയും ഇപ്രകാരം നിങ്ങൾ ചെയ്യുക. ഫലം നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതാകുന്നു. കൂടാതെ സന്ധ്യാസമയത്ത് തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും ചൈതന്യം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരുന്നു എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും സന്ധ്യാസമയത്ത് നിങ്ങൾ തീർച്ചയായും വിളക്ക് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തുളസിക്ക് ജലം അർപ്പിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യണം. അതിരാവിലെ തന്നെ ഇപ്രകാരം തുളസിക്ക് ജലം നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഏകാദശി ദിവസം ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതായത് ഏകാദശി ദിവസം ഒരിക്കലും തുളസിയെ ജലം കൊണ്ട് നനയ്ക്കുവാൻ പാടില്ല എന്നാണ് പറയുക. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യുക. സാധിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ
നിത്യവും ഓരോ തുളസിയില പറിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ കൂടി അർപ്പിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഭഗവാന്റെ ചൈതന്യം ഇരട്ടിക്കും. ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ ആ വീടുകളിൽ വർദ്ധിക്കും. പ്രത്യേകിച്ചും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ആ വീട്ടിലെ അംഗങ്ങൾ ഭഗവാന് തുളസിമാല കെട്ടി ചാർത്തുന്നതും ഇരട്ടി ഫലം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്.